രാത്രി അവിടെ 7 മണി കയറി 8 ഇവിടെ എത്തി. അത് ശരി. സാറേ നമസ്തേ. നമസ്കാരം. റെക്കോർഡിംഗ് കിട്ടോ? ഇല്ലല്ലോ. ഇട്ടിട്ടുണ്ട്, അത് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. രഘു കയറുന്നില്ല എന്ന് തോന്നുന്നല്ലേ അവിടുന്ന്? ആ ചുമന്നായിട്ട് റെക്കോർഡിങ് ആയതാണ്. റെക്കോർഡിംഗ് ഉണ്ട് സാറേ, ആയി. നമസ്തേ സാർ. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ. ആയുധം തോന്നുന്നു കേട്ടോ. ആ ചുമതലയിട്ട് എപ്പോഴാണ് ഞാൻ പറഞ്ഞ അതെ ആ ചുമതലയിട്ട് എത്തുന്നാകുമ്പോഴാ അതെന്ന് നോക്കി. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനവോ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായിട്ടുള്ള ഇനി നമ്മള് പഞ്ചമസ്കന്ധം 2-ാം അധ്യായം തുടങ്ങല്ലേ? അതെ സാർ. പഞ്ചമസ്കന്ധം അധ്യായം 2. ശ്രീ ശുഭവാചാം ഏവം പിതരിഫം പ്രവർത്തേ അനുശാസനേ വർത്തമാനാഗ്നിധ്രോ ജംബുദ്വീപ ഉപഫ പ്രജാ ഔരഭവത് ധർമാവേക്ഷമാണ പൈര്യഗോപയത്. ഏവം ഇങ്ങനെ എന്നുവെച്ചാൽ മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെ പിതരി സംപ്രവർത്തേ പിതാവ് പ്രവർത്തിച്ചപ്പോൾ രാജ്യം മക്കൾക്ക് വിഭജിച്ചു കൊടുത്ത് നാരദൻ പറഞ്ഞ മുക്തിമാർഗത്തിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ നടത്താം. സംപ്രവർത്തേ അതാണ് മുൻ അധ്യായത്തിൽ പറഞ്ഞത്. പിതരി എന്നുള്ള സപ്തമി ആയതുകൊണ്ട് പിതരി എന്ന് പറഞ്ഞാണ് പിതാവ് എന്നുള്ള അർത്ഥം. ഏവം പിതരി സംപ്രവർത്തേ ഇങ്ങനെ പിതാവ് രാജ്യം മക്കൾക്ക് വിഭജിച്ചു കൊടുത്ത് നാരദൻ ഉപദേശിച്ച വഴിയോടി രണ്ടാമതും സഞ്ചരിച്ചു പോയപ്പോൾ തത് അനുശാസനയെ വർത്തമാന ആ പിതാവിന്റെ അനുശാസനത്തിൽ ജീവിച്ചു വന്ന പ്രവർത്തിച്ചു വന്ന ആഗ്നീത്രൻ എന്ന മൂത്ത മകൻ, എല്ലാവരും പേര് നേരത്തെ വന്നാണ്. ആഗ്നീത്രു ജംബുദ്വീപൗകഫ പ്രജാഹ, ജംബുദ്വീപിൽ താമസിക്കുന്ന പ്രജകൾക്ക്. ഓകഫഹ എന്ന് വെച്ചാൽ വീട് എന്നർത്ഥം. ജംബുദ്വീപ് വീടാക്കിയിരിക്കുന്നവർ, അതാണ് ജംബുദ്വീപ ഊകഫ. സ്വർഗൗകഫഹ സ്വർഗം വീടാക്കിയവർ, വനൗകഫഹ വനം വീടാക്കിയവർ, ജലൗകഫഹ ജലം വീടാക്കി താമസിക്കുന്നവർ, വ്രജൗകഫഹ വ്രജം വീടാക്കി താമസിക്കുന്നവർ. ഇതുപോലെ ജംബുദ്വീപ ഊകഫഹ ജംബുദ്വീപ് ഗൃഹമായി താമസിക്കുന്ന അവിടുത്തെ പ്രജകൾ ഔരഭവത് ധർമ്മ അപേക്ഷമാണ്. ഔരഭവത് ഉലഫിൽ നിന്നും ഉണ്ടായതുപോലെ
സ്വന്തം സന്താനങ്ങളെ എന്ന പോലെ ഔരഫ സന്താനം എന്നും ദത്തെടുത്ത സന്താനങ്ങൾ എന്നും സന്താനങ്ങൾക്ക് ഭേദങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇത് സ്വന്തം ശരീരത്തിൽ നിന്നും ഉരഫിൽ നിന്നും ഉണ്ടായ പുത്രന്മാരെ പരീക്ഷിക്കുന്ന പോലെ അഗ്നിഥൻ പ്രജകളെ രക്ഷിച്ചു എന്ന് പറയാനാണ്. ജംബുദ്വീപ ഔവഫഹ പ്രജാഹ ഔരഫവത്, സ്വന്തം പോലെ. ധർമ്മ അവേക്ഷമാഹ, ധർമ്മത്തെ കണ്ടുകൊണ്ട് പര്യഗോപയത്, രാജ്യം രക്ഷിച്ചു. അഗോപയത്തിൽ രക്ഷിച്ചു. പരി അഗോപയത് പര്യഗോപയത്, രാജ്യത്തെ എല്ലാം സമ്പൂർണമായിട്ട് ജംബുദ്വീപിനെ മുഴുവനും ഒറ്റയ്ക്ക് അതിലുള്ള സകല പ്രജകളും സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് അവർക്കെല്ലാം ധർമ്മത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ജംബുദ്വീപിന്റെ അധിപതിയായിട്ട് അഗ്നിഥൻ രാജ്യഭരണം നിർവഹിച്ചു എന്ന് പറഞ്ഞു വെച്ചാണ്. ഏവം പിതരിഫം പ്രവൃത്തെ തദനുശാസനേ വർത്തമാനാഗ്നിഥോ ജംബുദ്വീപോഹ പ്രജാഹ ഔരഫധർമാപേക്ഷമാ പര്യഗോപയത്. അഗോപായത് പരീക്ഷിക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയില്ല. അഗോപായത് ഏവം പിതരിഫം പ്രവൃത്തെ തദനുശാസനേ വർത്തമാനാഗ്നിഥോ ജംബുദ്വീപോഹ പ്രജാഹ ഔരഫധർമാപേക്ഷമാഹം പര്യഗോപായത്. സച കദാചിത് പിതൃലോകകാമാം ഫുരവര വനിതാ ക്രീഡാചല ദ്രോണ്യം ഭഗവന്തം വിശ്വസുജാം പതിം ആഭൃത പരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്യാരാധയം ബഭൂവ. സച അവൻ അഗ്നിഥൻ കദാചിത് ഒരിക്കൽ പിതൃലോകകാമ, പിതൃക്കളുടെ ലോകത്തെ ആഗ്രഹിക്കുന്നവനായിട്ട്, പിതൃലോക കാമ, പിതൃക്കളുടെ ലോകത്തെ കാമിക്കുന്നവനായിട്ട്, സുരവര വനിതാ ക്രീഡാചലദ്രുണ്യാം, സുരവരന്മാരുടെ വനിതകൾ കുളിക്കുന്ന, അവരുടെ സാന്നിധ്യമുള്ള ക്രീഡാചലത്തിലെ, ക്രീഡാപർവ്വതത്തിലെ ദ്രോണ്യാം, താഴ്വരയിൽ, ദ്രോണി എന്നുവെച്ചാൽ താഴ്വര, പുരവര വനിതാ ക്രീഡാചലദ്രുണ്യാം, ദേവന്മാരുടെ ഉത്കൃഷ്ടന്മാരായ ദേവന്മാരുടെ സ്ത്രീകൾ അവർ വസിക്കുന്ന ക്രീഡാപർവ്വതത്തിന്റെ താഴ്വരയിൽ ഭഗവന്തം വിശ്വസൃജാം പതി, ഭഗവാനായ വിശ്വസൃഷ്ടികളുടെ പതിയെ, വിശ്വത്തെ സൃഷ്ടിച്ചവർ പ്രജാപതിമാരാണ്, അവരുടെ പതി ബ്രഹ്മാവാണ്. ഇവിടെ വിശ്വസൃജാം പതി എന്ന് വെച്ചാൽ ബ്രഹ്മാവ് എന്നർത്ഥം. ആ ബ്രഹ്മാവിന് ആഭൃത പരിചര്യോപകരണ, ആഭൃതങ്ങളായ സമ്പാദിക്കപ്പെട്ട പരിചര്യ ഉപകരണങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, ആഭൃത പരിചര്യ ഉപകരണ, ആഭൃതം സംഭൃതം, സംഭരിച്ചത്, ഉണ്ടാക്കിയെടുത്ത, പരിചരിക്കുക എന്ന് വെച്ചാൽ ഉപചരിക്കുക, പൂജിക്കുക, ആരാധിക്കുക, അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ, ദ്രവ്യങ്ങൾ ആത്മൈകാഗ്രേണ, ആത്മാവിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തപസ്വി ആരാധയം ബഭൂവ, തപസ്വ്യാരാധയം ബഭൂവ. തപസ്വി ഇദ്ദേഹത്തിന്റെ വിശേഷമാണ് അഗ്നിഥന്റെ. തപസ് ചെയ്യുന്നവനായ അഗ്നിഥൻ ആരാധയം ബഭൂവ, ആരാധിച്ചു. തപസ്വി ആരാധയം ബഭൂവ വിളിക്കുമ്പോൾ തപസ്വ്യാരാധയം ബഭൂവ. അഗ്നിഥൻ ഒരിക്കൽ രാജ്യപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതൃലോകത്തെ ആഗ്രഹിക്കുന്നവനായിട്ട്, കാരണം പിതൃലോകത്തെ ആഗ്രഹിച്ചാൽ അതിന്റെ ഫലം സന്താന സമൃദ്ധി കൊണ്ടേ പിതൃലോകത്തിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? സന്താനം ഉണ്ടാവണം. സന്താനം ഉണ്ടാവണേ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. ഒരു ഉത്തമയായ പത്നിയെ കിട്ടി വിവാഹം കഴിച്ച് പിതൃലോകത്തിലേക്ക് തനിക്ക് പോകാൻ, അല്ലെങ്കിൽ
പിതൃലോകത്തേക്ക് പോകാൻ പറ്റാതാകും എന്നാണ്. പുത്രന്മാരില്ലാത്തവർക്ക് പിതൃലോകത്തിലേക്ക് പോകാൻ അവകാശമില്ലാതാകും എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് പിതൃലോക കാമഹ എന്ന് വെച്ചാൽ പ്രജാകാമഹ എന്നർത്ഥം. സന്താനത്തെ കാമിക്കുന്നവനായ അദ്ദേഹം അനുരൂപിയായ ഒരു പത്നിയെ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദേവസ്ത്രീകൾ നിരന്തരമായും കളിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതത്തിന്റെ താഴ്വരയിൽ പൂജാദ്രവ്യങ്ങളൊക്കെ സമ്പാദിച്ച് സൃഷ്ടിക്ക് ആരാധിക്കുന്ന ദേവത ബ്രഹ്മാവിനെയാണ്. തനിക്ക് വേണ്ടത് സന്താനമാണ്, പ്രജകളെ സൃഷ്ടിക്കാനാണ്. അതിനെ ആരെ പൂജിക്കണം? ബ്രഹ്മാവിനെ പൂജിക്കണം. അതുകൊണ്ട് തപസ്സു ചെയ്തുകൊണ്ട് ഏകാഗ്രതയോടെ ബ്രഹ്മാവിനെ ആരാധിച്ചു അഗ്നിധ്രൻ. സ്വച കഥാചിത് പിതൃലോകകാമ ഫുരവനിതാ ക്രീഡാജലദ്രോണ്യം ഭഗവന്തം വിശ്വസൃജാം പതിം ആഭൃത പരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്വി ആരാധയം ബഭൂവ. സച കഥാചിത് പിതൃലോകകാമ ഫുരവനിതാ ക്രീഡാജലോദ്രോണ്യം ഭഗവന്തം വിശ്വസൃജാം പതിം ആഭൃത പരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്വി ആരാധയം ബഭൂവ. തദുപരഭ്യ ഭഗവാൻ ആദിപൂരുഷഫലസി ഗായന്തി പൂർവജിത്തിന്നാമ അപ്സരം അഭ്യാപയാമാസാം. തദുപലഭ്യ, ഇതറിഞ്ഞിട്ട്, ഉപലഭ്യ ലഭിച്ചെന്നാൽ ഈ വിവരം അറിഞ്ഞിട്ട് ഭഗവാൻ ആദിപുരുഷ ബ്രഹ്മാവ്, ഇവിടെ അഗ്നിത്രൻ പർവ്വതതാഴ്വരയിൽ തന്നെ തപസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ആദിപുരുഷനായ ബ്രഹ്മാവ് ഫദഫി ഗായന്തിയും തന്റെ ബ്രഹ്മഫദഫിൽ പാടിക്കൊണ്ടിരിക്കുന്ന പൂർവചിത്തിം നാമ അപ്സരസം അഭിയാപയാമാസ. പൂർവചിത്തി എന്ന് പേരുള്ള ഒരു അപ്സരസിനെ പറഞ്ഞയച്ചു ഭൂമിയിലേക്ക്. അഗ്നിധ്രന്റെ പത്നിയായി തീർന്നോളൂ എന്ന് പറഞ്ഞ് ഈ പൂർവചിത്തി എന്ന അപ്സരസ്, അവളുടെ ജോലി ബ്രഹ്മലോകത്ത് പാട്ടുപാടിയാണ്. ഗായന്തിയും അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന പൂർവചിത്തി എന്നുള്ള അപ്സരസിനെ അഭിയാപയാമാസ പറഞ്ഞയച്ചു, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അഗ്നിധ്രനെ വിവാഹം കഴിച്ചോളൂ, അങ്ങനെ ഒരു കുടുംബ ജീവിതം നയിച്ചിട്ട് അഗ്നിധ്രൻ തപസ്സിന് പോകുമ്പോൾ തിരിച്ചു പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞയച്ചതാണ്. തദുപരഭ്യ ഭഗവാനാദിപൂരുഷ ഫലസി ഗായന്തി പൂർവജിത്തിന്നാമ അപ്സരസം അഭിയാപയാമാസാം. തദുപരഭ്യ ഭഗവാനാദിപുരുഷ ഫലസി ഗായന്തിം പൂർവജിത്തിന്നാമ അപ്സരസം അഭിയാപയാമാസാം. ഫാചാം ആശ്രമോപവനമതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികുട സംസൃഷ്ട പുരട ലതാരൂഢസ്ഥല വിഹംഗമ മിഥുനൈ പ്രോച്യമാന ശ്രുതിഭി പ്രതിബോധ്യമാന ഫലില കുക്കുട കാരണ്ഡവ കളഹംസാദിവത് വിചിത്രമുപകൂചിതാമല ജലാശയ കമലാകരം ഉപഭ്രാമാം. ഒരു നീണ്ട ഗദ്യമാണ്. നമുക്ക് ആദ്യം കേൾക്കാൻ ഒത്തിരി വിഷമമെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് പദം പിരിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ എളുപ്പമാകും. ഫാച, അവൾ. ആരാണ്? അപൂർവജിത്തി. തത് ആശ്രമ ഉപവനം, അഗ്നിധ്രൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിന്റെ ഉപവനത്തിൽ, അതിന്റെ അടുക്കലുള്ള ഒരു ഉദ്യാനത്തിൽ, ഒരു വനത്തിൽ. അത് അതിരമണീയമാണ്, സുന്ദരമാണ് അവൻ. എന്താണ് രമണീയമാവാൻ കാരണം? വിവിധ നിബിഡ വിടപി വിടപ നികുട സംസൃഷ്ട പുരട ലതാരൂഢ സ്ഥലവിഹംഗമ മിഥുനൈഹി പ്രോച്യമാന ശ്രുതിഭിഹി രമണീയം. ഒറ്റ വാക്കാണ്, നീണ്ട ഒരു പദമാണ് മാത്രമേ ഉള്ളൂ. വിവിധങ്ങളായ, അറിയാം, നിബിഡം നിറഞ്ഞിരിക്കുന്ന വിടപി വൃക്ഷം, വിടപം ശാഖ, വിടപിയുടെ വിടപം വൃക്ഷത്തിന്റെ ശാഖ. വിടപങ്ങൾ ഉള്ളത് കൊണ്ടാണ് വൃക്ഷത്തിന് വിടപി എന്ന് പേര് കിട്ടുന്നത്. വിടപി വിടപ, ഒരു വൃക്ഷത്തിന്റെ വിടപത്തിൽ നികടം, സമീപം, അടുത്തായിട്ട്, സംശ്ലിഷ്ടം, ചേർന്നിരിക്കുന്ന. അതിലേക്ക് പടർന്ന് കയറിയിരിക്കുന്ന, സംശിഷ്ടമായ ചേർന്നിരിക്കുന്ന
പുരട ലത ആരൂഢ, പുരടം സ്വർണം, പുരടലത സ്വർണവള്ളി, സ്വർണലത. അതിൽ ആരൂഢമായിരിക്കുന്ന, കയറിയിരിക്കുന്ന ആ സ്ഥലത്തുള്ള വിഹംഗമ മിഥുനേഹി, വിഹംഗമ പക്ഷി, മിഥുനം ഒരാണും ഒരു പെണ്ണും ഇണകൾ ചേർന്ന സ്ഥല വിഹംഗമ മിഥുനൈ. പ്രോച്യമാന ശ്രുതിഭി, പ്രോച്യമാനം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിഭിഹി സ്വരങ്ങളാൽ രമണീയമാണ് ആ തപോവനം. ആ തപോവനത്തിൽ പലതരത്തിലുള്ള നിറഞ്ഞ മരങ്ങളുണ്ട്. അതിലെ ഒരു മരത്തിന്റെ ശിഖരത്തിൻ്റെ ചേർന്ന് ആ ശിഖരത്തിൽ കൂടി പടർന്നു പോകുന്ന സ്വർണം പോലെ തോന്നിക്കുന്ന ഒരു വള്ളിയുണ്ട്. ആ വള്ളിയില് കയറിയിരുന്ന് അതിമനോഹരമായി പാട്ടുപാടുന്ന രണ്ട് പക്ഷികൾ, ഒന്ന് ആൺപക്ഷിയും മറ്റു പെൺപക്ഷിയും. എത്ര സുന്ദരമായ ചിത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഉദ്യാനത്തിൽ ഇത് വെച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. മനോഹരമായ ഒരു ഉദ്യാനത്തിന് ചിത്രം വരയ്ക്കാൻ പാകത്തിന് മനോഹരമായി. ഇവിടെ ഇദ്ദേഹം തപസ് ചെയ്യുന്ന അതാണ് ഒരു വലിയ പർവ്വതത്തിന്റെ താഴ്വര. ആ താഴ്വരയിൽ ഒരു ആശ്രമം കെട്ടി തപസ് ചെയ്യുന്നു. അവിടെ നിറച്ച വൃക്ഷങ്ങളാണ്. അതിലൊരു വൃക്ഷത്തിന്റെ ശാഖകളിൽ ചേർന്ന് അതിലേക്ക് കയറി വ്യാപരിച്ചു പോകുന്ന ഒരു വള്ളി. ആ വള്ളിയിൽ രണ്ട് പക്ഷികളിരുന്ന് പാട്ടുപാടും. ഈ ശബ്ദം കൊണ്ട് രമണീയമാണ് ആ സ്ഥലം. വിവിധ നിബിഡ വിടപി വിടപ നികട സംശിഷ്ട പുരട ലതാരൂഢ സ്ഥല വിഹംഗമമിഥുനൈഹി പ്രോച്യമാന ശ്രുതിഭിഹി. മറ്റു വാക്കാൽ ഒന്നുമില്ല, പക്ഷികളുടെ പാടുന്നുണ്ട്. ആ ശബ്ദം കൊണ്ട് മുഖരിതമാണ് ആ ആശ്രമാന്തരീക്ഷം എന്നുള്ളത്. ഫാചത്തദാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികട സംശിഷ്ട പുരട ലതാരൂഢസ്ഥല വിഹംഗമ മിഥുനൈ പ്രോച്യമാന ശ്രുതിഭിഹി. കോമയിട്ട് ഓരോ വാക്കും ഒന്ന് ഉറപ്പിച്ചിട്ട് ഒന്നിച്ചു കൂട്ടി വായിച്ച എളുപ്പമുണ്ട്. പ്രതിബോധ്യമാന ഫലില കുക്കുട കാരണ്ഡവ കളഹംസാദിഭിഹി വിചിത്രമുപകൂജിതാമല ജലാശയ കമലാകരം ഉപബഭ്രാമ. അവിടെ പ്രതിബോധ്യമാന, ഉണർത്തപ്പെട്ട, ഉണർന്നിരിക്കുന്ന, പ്രതിബോധ്യമാന ഉണർത്തപ്പെട്ട. ഈ ശബ്ദം കേട്ട് ചില പക്ഷികൾ ഉണർന്നു വരും. ആ ശബ്ദം കൊണ്ട് പ്രതിബോധ്യമാന, ഉണർന്ന് എഴുന്നേറ്റ് വന്ന ആരാണ്? ഫലില കുക്കുടം, കുളക്കോഴികൾ. ഫലില കുക്കുടം, കുളക്കോഴികൾ. കാരണ്ഡവം, ഏരണ്ട പക്ഷികൾ എന്ന് പറയും. വെള്ള നിറത്തിൽ കൊക്കിനെ പോലെ പാല് നടക്കുന്ന പക്ഷികളാണ്. കളഹംസം നമുക്കറിയാം. ആദിഭിഹി മുതലായ ജലത്തിൽ വസിക്കുന്ന ചില പക്ഷികളുടെ പേര് പറഞ്ഞാണ്. ഫലില കുക്കുട കാരണ്ഡവ കളഹംസാദിഭിഹി വിചിത്രം ഉപകൂജിതാമല. ഇത് കേട്ടപ്പോൾ അവരാശ്ചര്യമാകും വിധത്തിൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കും. ഈ പക്ഷികളുടെ ശബ്ദം കേട്ടപ്പോൾ ജലാശയത്തിൽ കണ്ണടച്ച് ഉറക്കം നോക്കിക്കൊണ്ടിരുന്ന ഈ 3 തരത്തിലുള്ള പക്ഷികൾ ചാടി എഴുന്നേറ്റ് അവരും ശബ്ദം ഉണ്ടാക്കി. കളഹംസാദിഭിഹി വിചിത്രം ഉപകൂജിത അമല ജലാശയം, നിർമ്മലമായ ജലാശയം, ഒരു പൊയ്യ, ഒരു കുളം. അതെന്താണ്? കമലാകരം, താമര പൊയ്യ, കമലങ്ങളുടെ ഇരിപ്പിടം. ആ കമലാകരത്തിൽ ഉപബഭ്രാമ, വട്ടം തിരിഞ്ഞു നടന്നു. അരെ ഫാച, അവൾ. അരെ? പൂർവജിത്തി. ബ്രഹ്മാവ് പറഞ്ഞയച്ചിട്ട് ഈ പൂർവജിത്തി അഗ്നിധരൻ തപസ് ചെയ്യുന്ന ആശ്രമ സ്ഥലത്തെത്തി.
അവിടുത്തെ രണ്ട് കാഴ്ച വർണ്ണിച്ചതാണ്. നിറച്ച് മരങ്ങളുള്ള ഒരു മരത്തിന്റെ ഒരു കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ ഇരുന്ന് പാട്ടുപാടുന്ന രണ്ട് യുവമിഥുനങ്ങളായ പക്ഷികൾ. ആ ശബ്ദം കേട്ട് ഉണർന്ന് അതിഭയങ്കരമായ ശബ്ദമുണ്ടാക്കുന്ന ഒരു താമരക്കുളം. ആ താമരക്കുളത്തിലേക്ക് ഇവൾ എത്തിച്ചേർന്നു. അതിന്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വട്ടം കറങ്ങി നടന്നു ഇവൾ. അത്ര സുന്ദരമായൊരു ഉദ്യാന വർണ്ണനയും കാഴ്ചയും. മഹർവികളെ പോലും അത്ഭുതപ്പെടുന്ന വർണ്ണനകളാണ്. ഫാചാം തദാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികുട നികട സംശ്ലിഷ്ട പുരട ലതാരൂഢ സ്ഥല വിഹംഗമ മിഥുനൈ പ്രോച്യമാന ശ്രുതി പ്രതിബോധ്യമാന ഫലില കുക്കുട കാരണ്ഡവ കളഹംസാദിഭിഃ വിചിത്രം ഉപകൂജിതാമല ജലാശയ അമലാകരം ഉപബഭ്രാമ. ഫാചത്തദാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികുട സംശ്ലിഷ്ട പുരട ലതാരൂഢ സ്ഥല വിഹംഗമ മിഥുനൈ പ്രോച്യമാന ശ്രുതി പ്രതിബോധ്യമാന ഫലില കുക്കുട കാരണ്ഡവകളഹംസാദിഭിർവിചിത്രമുപകൂചിതാമല ജലാശയ കമലാകരം ഉപഗഭ്രാമ. വായിക്കാൻ കിട്ടിയില്ല, ഒന്നുകൂടെ വായിക്കാം. കിട്ടിയെങ്കിൽ നമുക്ക് മതിയാക്കാം. ഞാൻ ഓരോ പദം വെച്ച് പറഞ്ഞു, അങ്ങനെ ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വായിച്ചിരുന്നു മിക്കവാറും കിട്ടാവുന്നതാണ്. ഒന്നാണെങ്കിൽ ചില ഗദ്യം വരുന്ന 2 പ്രാവശ്യം വായിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റുന്നുണ്ട് എന്ന് ധരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നുകൂടെ വായിക്കാം. മനസ്സിലാകുന്നുണ്ട് സാറേ, നന്നായിട്ട്, നല്ലതായിട്ട്. സന്തോഷം. മനോഹര ദൃശ്യമല്ലേ. എന്ത് സുന്ദരമായ പോലും അർത്ഥം. വേദവ്യാസം എന്തൊരു വലിയ കവിയാന്ന് എപ്പോഴാ തോന്നുന്നത്. എന്ത് സുന്ദരമായ വർണ്ണന. 2 കാര്യം പറഞ്ഞു. ആ ഉദ്യാനം നമ്മളെ തോന്നിക്കുന്നു. കണ്ടു കഴിഞ്ഞു, അത് കണ്ടു കഴിഞ്ഞു. അതെ 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 അതെ. തസ്യാഹ ഫുലലിതഗമന പദവിന്യാസഗതി വിലാഫായാം അനുപദം ഘണഘണായമാന രുചിരചരണാഭരണഫനമുപാകർണ്യ നരദേവകുമാരഃ സമാധിയോഗേന ആമീലിതനയന നളിനമുകളയുഗളം ഈഷത് വികചയ്യ വ്യചഷ്ടാം. തസ്യാഹ അവളുടെ, ആരുടെ? പൂർവജിത്തയുടെ. ഫുലലിത ഗമനം, നല്ല സുന്ദരമായുള്ള നടപ്പ്. ഫുലലിതമായ ഗമനം, നടപ്പ്. ആ ഓരോ ചുവടും എടുത്ത് വെക്കുമ്പോൾ പദവിന്യാസം കൊണ്ട്, ചുവടുകൾ വെക്കുന്നത് കൊണ്ട് ഗതിവിലാസായാഹ, നല്ല വിലാസമായ സുന്ദരമായ നടത്ത അനുഭവപ്പെട്ടുകൊണ്ട് അനുപദം, ഓരോ ചുവട് വെക്കുമ്പോഴും ഘണഘണായമാന, ഘണ 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 എന്ന് ശബ്ദമുണ്ടാക്കുന്ന രുചിര ചരണാഭരണം, സുന്ദരമായ എന്താണ് പാദസരം, അതാണ് ചരണാഭരണം. ഓരോ ചുവയ്ക്കുമ്പോഴും അവളുടെ ചരണാഭരണങ്ങൾ ഘണ 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 എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഘണഘണായമാന രുചിര ചരണാഭരണ സ്വനം, നൂപുരത്തിന്റെ ശബ്ദം. ഉപാകർണ്യ, കേട്ടിട്ട്. നരദേവകുമാര, ആഗ്നേത്രൻ. ആഗ്നേത്രൻ കുമാരനാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് തപസ്യാണ്. ബ്രഹ്മാവിനെ തപസ്യാണ്. നല്ല പത്നി കിട്ടണം, നല്ല പുത്രന്മാരുണ്ടാകും. അപ്പൊ വിവാഹം കഴിക്കാൻ ആലോചിച്ചാൽ ആദ്യം ചെയ്യേണ്ട തപസ്സാണ് നടത്തുന്നത്. എന്നാലേ നല്ല പത്നിയെയും നല്ല സന്താനങ്ങളെയും ലഭിക്കാൻ പറ്റുള്ളൂ. തപസ്സില്ലാതെ പോകുന്നതാണ് ഏറ്റവും വരുന്ന വൈഷമ്യങ്ങൾ. ഇന്ന് കുറച്ച് ദിവസമെങ്കിലും തപസ്സനുഷ്ഠിച്ചിട്ട് മനസ്സ് പാകമാക്കി എടുത്താൽ അതിന് തക്ക അനുകൂലിയായ ഒരു പത്നിയെ തന്നെ ലഭിക്കാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനെ അവൾ ആ കമലാകരത്തിൽ, ആ താമരക്കുളത്തിൽ ഇങ്ങനെ ചുറ്റി നടന്നപ്പോൾ അവളുടെ സുന്ദരമായ നടത്തയും ഓരോ ചുവടുവയ്പ്പും ആ ചുവടുവയ്പ്പിലുണ്ടാകുന്ന ഗതിയുടെ സൗന്ദര്യം കൊണ്ട് ഓരോ ചുവടുവയ്ക്കുമ്പോഴും ഘണഘണ എന്ന ശബ്ദമുണ്ടാക്കുന്ന മനോഹരമായ ചർണാഭരണത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആ നരദേവകുമാരൻ സമാധിയോഗേന, സമാധിയോഗം കൊണ്ട് ആമീലിത നയന, കണ്ണ് പകുതി ഒന്ന് തുറന്നു നോക്കി.
വീണ്ടും 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 ശബ്ദം തൊട്ടടുത്ത് ഇങ്ങനെ കേട്ടപ്പോൾ എന്താണ് എന്നറിയാൻ വേണ്ടി സ്വാഭാവികമായും ഏത് തപസ്സിലിരിക്കുകയാണെങ്കിലും കണ്ണ് അല്പം തുറന്ന് പുറത്തേക്ക് പോയി. ആമീരിത നയന നളിന മുകള യുഗളം. നളിന മുകുള യുഗളം. നളിനം താമര, മുകുളം മൊട്ട, യുഗളം രണ്ടെണ്ണം. ഈ അഗ്നിധരന്റെ രണ്ട് കണ്ണുകൾ കൂമ്പിയിരിക്കുന്ന രണ്ട് താമരമൊട്ടുകൾ പോലെയാണ് എന്നർത്ഥം. അങ്ങനെ ഒന്ന് സാദൃശ്യപ്പെടുത്താൻ തോന്നിയത്, ഈ താമരമൊട്ടുകൾ എന്നും അങ്ങനെ ഇരിക്കില്ലല്ലോ, കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് വികസിച്ച് പോവാകും. ഇദ്ദേഹത്തിന്റെ കണ്ണും അങ്ങനെയാണ്. അല്പസമയത്ത് സമാധി യോഗത്തിൽ കണ്ണടച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഈ കണ്ണ് തുറക്കില്ല എന്നില്ല. അതുകൊണ്ടാണ് താമരമൊട്ട് പോലെ എന്ന് പറഞ്ഞത്. താമരമൊട്ട് എന്നും അങ്ങനെ ഒട്ടായിട്ടിരിക്കില്ല, എന്ത് ചെയ്യും, പതുക്കെ വിടും. അതുകൊണ്ട് നളിന മുകള യുഗളം ആമീലിത നയനം, താമര മുട്ടുകൾ പോലെ കൂമ്പിയിരുന്ന രണ്ട് കണ്ണുകൾ പതുക്കെ തുറന്നിട്ട് ഈഷദ് വികചയ്യ, ഈഷദ് അല്പം, വികചയ്യ വിടർത്തിയിട്ട്, യുഗളം ഈഷദ് വികചയ്യ, യുഗളം രണ്ട് കണ്ണുകള്, ഈഷദ് അല്പം, വികചയ്യ വിടർത്തിയിട്ട് വികസിപ്പിച്ചിട്ട്, രണ്ട് കണ്ണ് അല്പം തുറന്നിട്ട് വ്യചഷ്ട നോക്കി. വ്യചഷ്ട എന്ന് വെച്ചാൽ നോക്കി. എവിടുന്നാണ് ശബ്ദം കേട്ടത് നോക്കൂ. ആ നോട്ടത്തെയാണ് ഈ 2-3 വരി ഗദ്യം കൊണ്ട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. ആ രാജകുമാരൻ ഇവളുടെ പാദഫലത്തിന്റെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കിയത് ഒരു അപകടമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. തപസ് ചെയ്യുന്ന ഒരാള് അടുത്ത് ശബ്ദം കേട്ടാൽ നോക്കാമോ എന്നാണെങ്കിൽ കണ്ണിന്റെ ജോലി അങ്ങനെയാണ്. ശബ്ദം കേട്ട ദിക്കിലേക്ക് എന്ത് ചെയ്യും, അറിയാതെ കണ്ണ് തുറക്കും. കാരണം താമരമൊട്ട് പോലെ കണ്ണ്. എന്ത് ചെയ്യും, വിടരും, പിന്നെയും കൂമ്പും, പിന്നെയും വിടരും, പിന്നെയും കൂമ്പും. ഇതാണ് എന്റെ സ്വഭാവം. ഇങ്ങോട്ട് നോക്കിയിട്ട് അദ്ദേഹം വീണ്ടും കണ്ണടച്ച് വീണ്ടും മനസ്സിലാവും. ഇത് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് വ്യാസൻ അതിമനോഹരമായ ഈ 2 സാദൃശ്യങ്ങൾ കണ്ടെത്തി തന്നെ ബോധ്യപ്പെടുത്തുന്നത്. വ്യചഷ്ട നോക്കിയെന്ന്. തസ്യാഹ ഫുലലിതഗമന പദവിന്യാസഗതി വിലാസായാഹ ച അനുപദം ഘണഘണായമാന രുചിരചരണാഭരണഫനമുപാകർണ്യ നരദേവകുമാരസമാധിയോഗേന അമീലിത നയന നളിനം മുകുളയുഗളം ഈഷദ്വികചയ്യ വ്യചഷ്ട. ഒന്നിച്ച് വായിക്കണമെന്നില്ല, ആദ്യം പദം തിരിച്ചു വായിച്ചാൽ. തസ്യാഹ ഫുലളിത ഗമന പദവിന്യാസ ഗതിവിലാസായാഹ ച അനുപദം ഘണഘണായമാന രുചിര ചരണാഭരണ. രുചിര കഴിഞ്ഞിട്ട് കോമയിട്ട് എളുപ്പമായി, അല്ലെങ്കിൽ പിന്നെ ഈ ചായ ഇവിടെ പോകും എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പൊ രുചിര ചരണാഭരണഫനം ഉപാകർണ്യ നരദേവകുമാര സമാധിയോഗേന ആമീലിത നയന നളിന മുകുള യുഗളം ഈഷത് വികചയ്യ വ്യചഷ്ട. തസ്യാഹ ഫുലലിതഗമന പദവിന്യാസഗതി വിലാസായാഹ ച അനുപദം ഘണഘണായമാന രുചിരചരണാഭരണഫനമുപാകർണ്യ നരദേവകുമാര സമാധിയോഗേന ആമീലിത നയന നളിന മുകളയുഗളം ഈഷദ്വികചയ്യ വ്യചഷ്ട. താമേവ അഭിദൂരേ മധുകരീമിവ മനസ ഉപജിഘ്രന്തിം ദിവിജമനുജ മനോനയന ആഹ്ലാദ ദുഃഖേർ ഗതിവിഹാരൗ വ്രീഡ അഭിനയാവലോകഫുസ്വലാക്ഷരാവേപൈർമനസി നൃണാം കുസുമായുധസ്യ വിദതഥിം വിപരം നിജമുഖവികലിത അമൃതാഭവ സഹാഭഭാഷണ ആമോദ മദാന്ധ മധുകര നികരോ ഉപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദനസ്തനകലശ കബര ഭാര രശനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശം ഉപനീതോ ജഡവദിതി ഓവാചാം. താം ഏവ അവിദൂരേ, താം ഏവ അവിദൂരേ.
ആ ദീർഘം ആയെന്നെടുത്ത് പറയണം. താമേവ അവിദൂരേ. താം ദ്വിതീയ ഏകവചനമാണ്. അവളെ എന്ന സ്ത്രീലിംഗമാണ്. അവളെ ഏവ അവളെ തന്നെ. അവിദൂരേ വിദൂരം ദൂരെ, അവിദൂരം അടുത്ത്. നമുക്ക് അടുത്തു എന്നുള്ളതിന് പറഞ്ഞ മറ്റൊരു വാക്കാണ് അവിദൂരേ, ദൂരെയല്ലാതെ. ഈ ശബ്ദം കേട്ടത് ദൂരെയല്ല, തന്റെ അടുക്ക തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പാദസരത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റും. താമേവ അവിദൂരേ മധുകരീമിവ വണ്ടുകളെ പോലെ. മധുകരി, മധുകരം ആൺവണ്ട്, മധുകരി പെൺവണ്ട്. മധുകരീം ഇവ ഭ്രമരിയെ പോലെ. സുമനഫ, സുമനഫ എന്ന് വെച്ചാൽ പുഷ്പം എന്നർത്ഥം. നമ്മൾ വിചാരിക്കും നല്ല മനസ്സെന്ന്, അതിവിടെ പറ്റില്ല. സുമന എന്ന് വെച്ചാൽ പുഷ്പം, പൂവ്. സുമനഫ ഉപജിഘ്രന്ഥീം മണക്കുന്നവളായിട്ട്. ഉപജിഘ്രന്ഥീം അടുക്ക ചെന്ന് ആഘ്രാണിക്കുക. ഉപജിഘ്രന്ഥീം പൂക്കളുടെ അടുക്കൽ വന്ന് ശബ്ദമുണ്ടാക്കുന്ന ഒരു ഭ്രമരിയെ പോലെയാണ് ഇവിടെ കണ്ടത്. കാരണം ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കിയപ്പോൾ ശബ്ദത്തോട് ചേർന്ന് വണ്ടിൽ നിന്നും തേൻ കുടിക്കാൻ വരുന്ന ഒരു പെൺവണ്ടിനെ പോലെ ഒരു സുന്ദരിയാണ് കണ്ടത് രാജാവ്. അത്രയും എന്താണ് വ്യക്തമായിട്ട് കണ്ടില്ല, അവിദൂരെ അടുത്താണ് കണ്ടത്. എങ്കിലും വണ്ട് പൂവിൽ നിന്നും തേൻ കുടിക്കാൻ വരുന്ന വണ്ടിനെ പോലെ മധുകരീമിവ സുമനഫ ഉപജിഘ്രന്തി ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈ. ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈ. ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈ ഒന്നിച്ച് വായിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് കോമയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടേ വായിക്കാൻ പറ്റും. ദിവിജം സ്വർഗത്തിൽ ഉണ്ടായവർ ദേവന്മാർ, ദിവിജന്മാർ. മനുജന്മാർ മനുവിന്റെ പുത്രന്മാരായിട്ട് ഭൂമിയിലുണ്ടായ മനുഷ്യർ. ദിവിജ മനുജ. ഒക്കെ എങ്ങനെ പദം പ്രയോഗിക്കാനുള്ള ഒരു കവിയുടെ ചാതുര്യം. അതിമനോഹരമായ ഒരേ തോന്നിക്ക് രണ്ട് പദം, ദിവിജ മനുജ. ദേവന്മാരും മനുഷ്യരും അത്രേ ഉള്ളൂ, വേറെ എത്രയോ വാക്കുകളിടാം. പക്ഷെ ഇതിന് ചേരുന്ന മറ്റൊരു വാക്കുണ്ട്. അതൊരു കവിയുടെ ഏറ്റവും വലിയ സാമർഥ്യമാണ്. ദിവിജ മനുജ മനോനയന ആഹ്ലാദം. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും മനസ്സിനും കണ്ണിനും ആഹ്ലാദമുണ്ടാക്കുന്ന, ആഹ്ലാദത്തെ ദുഃഖൈഹി കറന്നു വരുന്ന, ദോഹനം ചെയ്യുന്ന, ദുഃഖൈഹി. ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിനും കണ്ണിനും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആനന്ദത്തെ കറന്നു കൊടുക്കാൻ സമർത്ഥമാണ് ഇവളുടെ രൂപം, ആകൃതി. ദേവന്മാർ ഇവളെ നോക്കും, മനുഷ്യരും നോക്കും, കണ്ടാ ഒന്ന് നോക്കിയിട്ടേ പോകുള്ളൂ. ദിവിജ മനുജ മനോ നയന ആഹ്ലാദ ദുഃഖൈഹി ഗതിവിഹാര വ്രീഡ വിനയ അവലോക സുസ്വര അക്ഷര അവയവൈഹി മനസ്സി നിർണാം. ഗതിവിഹാരം, നടന്ന് കളിക്കുക, പതുക്കെ പതുക്കെ നടന്നുള്ള വിഹാരം. പിന്നെ വ്രീഡ, വ്രീഡ എന്ന് വെച്ചാല് ലജ്ജ. ഗതിവിഹാര വ്രീഡ വിനയ അവലോക. വ്രീഡ ദീർഘമായോണ്ട് അവിടെ അവിനയം എന്ന് പറയാൻ പറ്റത്തില്ല. വ്രീഡ അവിടെ കോമയിട്ട് നിർത്തണം. ലജ്ജ വ്രീഡ എന്നൊക്കെയുള്ള ദീർഘാന്തമായ ആകാരാന്ത സിദ്ധാണ്. വ്രീഡ വിനയ അവലോകം, വിനയത്തോടെയുള്ള നോട്ടം. സുസ്വരാക്ഷരം, നല്ല ശബ്ദത്തിലുള്ള അക്ഷരങ്ങൾ പ്രയോഗിക്കുന്ന.
അവയവൈഹി അവയവങ്ങളോടെ മനസ്സ് നൃണാം. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നൃണാം, മനുഷ്യരുടെ മനസ്സിൽ കുസുമായുധസ്യ കാമദേവന്റെ, കുസുമായുധൻ കാമദേവന്റെ വിവരം വിദധതീം. വിവരം എന്ന് വെച്ചാൽ മാർഗം എന്നർത്ഥം. മലയാളത്തിലെ അറിവ് വിവരമല്ല. സംസ്കൃതത്തിൽ വിവരം എന്ന് വെച്ചാൽ മാർഗം, വഴി എന്നർത്ഥം. വിവരം തരൂ എന്ന് വെച്ചാൽ വഴി തരൂ എന്നർത്ഥം. പക്ഷെ നമ്മൾ മലയാളത്തിൽ വിവരക്കേടും ഒക്കെ പറഞ്ഞ് ശീലിച്ചു നമുക്ക് അതേ കിട്ടുള്ളൂ ആദ്യം. അപ്പൊ ഇവിടെ വിവരം എന്ന് വെച്ചാൽ മാർഗം, വഴി എന്നർത്ഥം. കാമദേവന് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന കുസുമായുധസ്യ വിവരം വിദധതീം. കുസുമായുധന് വിവരമുണ്ടാക്കി കൊടുക്കുന്ന ആർക്ക്? മനുഷ്യർക്ക്. എല്ലാ മനുഷ്യർക്കും കാമദേവനെ കടന്നു വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്ന സൗന്ദര്യം ആർക്കുണ്ട്? ഇവൾക്കുണ്ട്. എന്താ കാരണം? ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന മട്ടിൽ സന്തോഷം കടന്നു കൊടുക്കുന്ന, പിന്നെ അവളുടെ ആ ഒരു നടപ്പ്, ഒരു കളി, ലജ്ജ, വിനയത്തോടെയുള്ള നോട്ടം, നല്ല സുന്ദരമായ അക്ഷരങ്ങൾ കൊണ്ടുള്ള പദങ്ങൾ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യന്റെയും മനസ്സിൽ കാമദേവൻ എളുപ്പം കടന്നു വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് തോന്നും. വിവരം നിജമുഖ വികളിത അമൃതാസവ സഹാസ ഭാഷണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന ദ്രുതപദ വിന്യാസേന. അത് ഒരു വാക്കാണ്. നിജമുഖ, തന്റെ മുഖത്ത് വന്നു, വായിൽ നിന്നും. മുഖത്തിന് വായ എന്നർത്ഥം. സംസ്കൃതത്തിൽ അങ്ങനെയാണ്. നിജമുഖം വികളിതം, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന. അമൃതാസവം, അമൃതാസവം അമൃത് പോലെയുള്ള ആസവം, സേവിക്കാനുള്ള അമൃതാസവമാകുന്ന ഹാസം, പുഞ്ചിരി. ഭാഷണം എന്താണ്? വാക്കുകൾ. അതുകൊണ്ട് ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന, ആമോദകളായ മതിച്ചു നടക്കുന്ന മദാന്ധന്മാരായ മധുകര നികരങ്ങളെ, വണ്ടിൻ സമൂഹങ്ങളെ ഉപരോധേന തടഞ്ഞു മാറ്റി നിർത്തത്തക്ക മട്ടിലുള്ള ശബ്ദമാണ് ഇവളുടെ ശബ്ദം. വണ്ടുകൾ തോറ്റു പിന്മാറും. അപ്പൊ ഇവളുടെ മുഖത്ത്, വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുഞ്ചിരി, അതോടൊപ്പം ചെറിയ സംഭാഷണ വാക്കുകൾ, അത് കേട്ടാൽ അതിൻ്റെ ശബ്ദമാധുരി കൊണ്ട് വണ്ടുകൾ ലജ്ജിച്ച് പുറകോട്ട് പിന്മാറിപ്പോ. അതിനേക്കാൾ സുന്ദരമായ ശബ്ദം നിജമുഖ വികളിത അമൃതാഭവ ഹാഫ ഭാഷണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന, അത്രയും വാക്കുകളാണ്. നിജമുഖ വികളിത അമൃത ആഫവ ഹാഫ, ആഫവ സഹാഫ ഭാഷണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന. നിജമുഖ വികളിത അമൃതാഫവ സഹാഫ ഭാഷണ സഹാഫ ഭാഷണ ആമോദ മദാന്ധ മധുകര നികരോപരോധേന ദ്രുത പദവിന്യാസേന. വേഗന്ന് ഓരോ ചൂടുകൾ മുമ്പോട്ട് മാറ്റി വയ്ക്കുക. ദ്രുത പദവിന്യാസേന വൽഗു സ്പന്ദന, വൽഗു മനോഹരമായ, വൽഗു എന്ന് വെച്ചാൽ സുന്ദരം, മനോഹരം. സ്പന്ദനം ചലനം, ഇളക്കം. ആർക്കാണ്? സ്തനകലശങ്ങൾ. സ്തനങ്ങളാകുന്ന രണ്ട് കുടങ്ങൾ ഇത്തിരി സ്പീഡ് കൂട്ടി കാലെടുത്ത് വെക്കുമ്പോൾ സ്തനങ്ങൾ ഒന്ന് കുലുങ്ങും, ഒന്നനങ്ങും. വേദവ്യാസന്റെ വർണ്ണന നോക്കണം, കാളിദാസന്റെ അല്ല. നമ്മള് ഭാഗവതത്തിൽ കൂടി കാണുന്ന ഒരു വ്യാസൻ എത്ര സുന്ദരമായ ഒരു കാവ്യത്തെ ആവിഷ്കരിക്കാൻ കഴിയും എന്ന് മറ്റുള്ള കവികളൊക്കെ അതിശയിപ്പിക്കുന്ന വർണ്ണനകളാണ്. വൽഗു സ്പന്ദന സ്തന കലശ കബര ഭാര രശനം, കബരഭാരം മുടിക്കെട്ട്, അതും എന്തെയും ഒന്ന് അനങ്ങും, ആടിയുടെയും. ഒന്നാണ് സ്ത്രീകൾ വേഗം നടക്കാത്തത്.
വേഗം നടന്നാൽ സ്ഥലങ്ങൾ കുലുങ്ങും, മുടിക്കെട്ടുകൾ അഴിയും. അതേപോലെ സ്തനകലശ കബരഭാര രശന അരഞ്ഞാൻ അനങ്ങും, അത് കിലിങ്ങി പറയും. അങ്ങനെയുള്ള ദേവിയെ എങ്ങനെയാണ്? ദ്രുതപദ വിന്യാസേന വൽഗുസ്പന്ദന സ്തന കലശ കബരഭാര രശന ദേവി. അതിവേഗതയിൽ നടപ്പിന്റെ സ്പീഡ് കൂട്ടിയപ്പോൾ കുലുങ്ങുന്ന സ്ഥലങ്ങളോടും ഇളകിയാടുന്ന കബരീഭാരത്തോടും അതിൽ എന്താണ് അരയിൽ അണിഞ്ഞിരിക്കുന്ന അനക്കം വയ്ക്കുന്ന അരഞ്ഞാണത്തോടും കൂടിയവളായിട്ട് അങ്ങനെയുള്ള ദേവിയെ തത് അവലോകനീന, ആ നോട്ടം കൊണ്ട് വിവൃത അവസരഫ്യ, മാർഗം കിട്ടിയ, വിവൃതം തുറന്നു കിടക്കുന്ന അവസരം, വിവൃത അവസരഫ്യ ഭഗവതോ മകരധ്വജഫ്യ, ഭഗവാനായ കാമദേവൻ, മകരധ്വജൻ കാമദേവൻ, വശം ഉപനീതോ, വശത്തേക്ക് എത്തിക്കുന്ന ജഡവതിഥി, ജഡനെ പോലെ ഉവാച, പറഞ്ഞുപോലെ. ഇങ്ങനെ ഇവിടെ കണ്ണു തുറന്നിട്ട് ഈ അഗ്നിധരൻ ഇവളോട് സംഭാഷണം ആരംഭിച്ചു. എങ്ങനെ? ജഡനെ പോലെ. ജഡൻ എന്ന് പറഞ്ഞാൽ മന്ദൻ ആയിട്ടല്ല, അശക്തനായി എന്നർത്ഥം. കാമന്റെ ആക്രമണം കൊണ്ട് ഇത്ര വലിയ സൗന്ദര്യധാമത്തെ മുമ്പിൽ കണ്ടപ്പോൾ കാമദേവൻ അനായാസമായും അഗ്നിധരനിലേക്ക് പ്രവേശിച്ചു. കാമദേവന് വിവരം എന്താണ്? അവസരം എളുപ്പം കിട്ടി. അങ്ങനെ കാമദേവൻ പ്രവേശിച്ചത് കൊണ്ട് ഇവളെ വശത്തിലേക്ക് ആക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ജഡനെ പോലെ ഉവാചഹ പറഞ്ഞുവല്ലോ. അപ്പം വാസ്തവത്തിൽ സ്ത്രീകളെ വശീകരിക്കാൻ ആഗ്രഹിക്കുന്നവര് അവരോടൊന്ന് സംസാരിക്കാൻ പുറപ്പെടുമ്പോൾ അധീരന്മാരാണ്. സാധാരണ കൂട്ടുകാരോട് പറയുന്നതും പറയാൻ പറ്റത്തില്ല. താൻ ആഗ്രഹിക്കുന്ന, കാമുകയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളോട് സംസാരിക്കാൻ ഒരു പ്രത്യേക സ്വരത്തിൽ, പ്രത്യേക ശബ്ദത്തിൽ, ഒരു മന്ദീഭവിച്ച മട്ടിലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ജഡവത് എന്ന് പറയണം. എന്നാൽ അവരെ എന്ത് ചെയ്യണം? സ്വാധീനിക്കാൻ വേണം. അതുകൊണ്ട് അതിൻ്റെ ഒരു പാരവശ്യത്തെ പ്രകടിപ്പിക്കാൻ വേണം. അത് കാണിച്ചുകൊണ്ട് തീരെ ജഡനല്ല, അതുകൊണ്ടാണ് ജഡനെ പോലെ എന്ന് പറഞ്ഞത്. ജഡനല്ല, ജഡവത് എന്നാ പ്രയോഗിച്ചത്. ജഡനെ പോലെ എന്ന് പ്രവേശിക്കുന്നതാണ് ഉവാചഹ. ഒരു ജഡനെ പോലെ പറഞ്ഞു ഇവളോട്. ഇത്രയും ഈ നീണ്ട ഗദ്യത്തില് അവളെ ആര് കണ്ടാലും കാമവേദന ഉണ്ടാക്കുന്ന അവളെ കണ്ടിട്ട് അഗ്നിധരനും കാമാതുരനായി അവളൊരു സംഭാഷണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആശയം. അത് കാവ്യഭാഷയിൽ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു. താമേവ വിദൂരേ മധുവരീമിവ സുമനഫ ഉപജിഘ്രന്തി ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈഹി ഗതി വിഹാര ഉറീഡ വിനയ അവലോക സുസ്വര അക്ഷര അവയവൈഹി മനസി നൃണാം കുസുമായുധസ്യ വിദധിം വിവരം നിജമുഖ വികളിത അമൃതാസവ സഹാസ ഭാഷമാണ ആമോദ മദാന്ധ മധുകര നികര ഉപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദന സ്തനകലശ കബര ഭാര രശനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവത് ഇതി ഹോവാചാം. താമേവ വിദൂരേ മധുവരീമിവ സുമനഫ ഉപജിഘ്രന്തിം ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖേർ ഗതിവിഹാരം ക്രീഡാ വിനയ അവലോക സുസ്വരാക്ഷര അവയവഃ ഏർമനസി നൃണാം സുമായുധസ്യ വിദധിം വിവരം നിജമുഖ വികളിത അമൃതാസവ സഹാസഭാഷണ ആമോദ മദാന്ധ മധുകര നികര
ഉപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദന സ്തനകലശകബര ഭാരരശരാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡപതി ഹോവാചാം താമേവാവിദൂരേ മധുവരീമിവ സുമനഫ ഉപജിഘ്രന്തി ദിതിജമനുജ മനോനയന ആഹ്ലാദദുഃഖേ ഗതിവികാര വ്രീഡാവിനയ അവലോക ഫുഫ്വരക്ഷരാവയവീർമനശൃണാം സ്മായുധസ്യം വിതൃതിം വിവരം നിജമുഖവികലിതാമൃതാഭവ സഹാഭഭാഷണ ആമോദ മദാന്ധ മധുകനികരോപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദനസ്തനകലശ കബരഭാരരശനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡപതി ഹോവാചാം. കിട്ടിക്കാണോ? ഇത് നീണ്ടൊരു ഗദ്യമാണ്. എന്നാലും പലപ്പോഴും പദം പിരിച്ച് പറഞ്ഞപ്പോഴൊക്കെ നോട്ട് ചെയ്താൽ എളുപ്പ. പിന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് കഴിയുമ്പം വായിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് അഗ്നിധൻ അവളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് രണ്ടർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം മുമ്പോട്ട് പോവുക. ജഡവത് ഇതി ഹോവാച, ജഡനെ പോലെ പറഞ്ഞു എന്നാണ്. ജഡനെ പോലെയും അജഡനെ പോലെയും ഉള്ള അർത്ഥം കിട്ടത്തക്ക മട്ടിലാണ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അടുത്ത ശ്ലോകത്തിൽ അതിന്റെ തുടക്കമാണ്. കത്വം ചികീർഷഫിചകിം മുനിവര്യശൈലേ മായാഫികാപി ഭഗവത് പരദേവതായാം വിജ്യേ ബിഭർഷിധനുഷി സൂതാത്മനോർദ്ധേ കിംവാ മൃഗൻ മൃഗേഫേ വിപിനേ തൻ. ഇനി ശ്ലോകമാണ്, അത് കുഴപ്പമില്ല. ഗദ്യം പോലെ ഇത്രയും പാടില്ല. കാത്വം, നീ ആരാണ്? കാ എന്ന് ചോദിച്ചത് സ്ത്രീലിംഗത്തിലാണ്. അപ്പൊ ഒരു സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ടാണ് കാത്വം, നീ ആരാണ്. പുരുഷനാണെങ്കിൽ കഫ്ത്വം എന്ന് ചോദിച്ചാണ് കഹത്വം. ഇത് സ്ത്രീ ആയതുകൊണ്ട് കാത്വം. ചികീർഷഫി, ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കിം, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചികീർഷഫിച്ച കിം, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ ആരാണ്, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആദ്യം ചോദിച്ച രണ്ട് ചോദ്യം. എന്നിട്ട് സംഭാഷണം എന്താണ്, സംബോധന എന്ന് മാറ്റിയിട്ട് മുനിവര്യ, ആരെ വിളിച്ചാണ് ഇവളെ? ഹേ മുനിവര്യ. ഈ സുന്ദരിയായ സ്ത്രീയെ സംബോധന ചെയ്യുന്നത് മുനിവര്യ എന്നാണ്. എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു മുനിയെ പോലെ തോന്നിക്കുന്നു. ജഡവത്, അത് ശരിപ്പെടുത്താൻ പോവാണ്. ജഡനെ പോലെ. ജഡനെ പോലെ ആണെങ്കിൽ മാത്രമേ ഈ കാണുമ്പോൾ ഉള്ളതുപോലെ കാണാൻ പറ്റാതാവുക. അപ്പൊ കാ എന്ന് സ്ത്രീപരമായ സംബോധനയും വന്നു, മുനിവര്യ എന്നുള്ളത് മുനിപരമായ സംബോധനയും വന്നു. അപ്പൊ ഇവളെ ആകെപ്പാടെ കണ്ടിട്ട് ഒരു മുനിയെ പോലെയാണെന്ന് സ്ഥാപിക്കാൻ പോവാ. ഓരോ വർണ്ണനകളും മുനിയുടെ വിഷയത്തിലേക്കും വരും, സ്ത്രീയുടെ വിഷയത്തിലേക്കും വരും. നോക്കൂ, എന്തൊരു കഴിവ് വേണം. സുന്ദരി സ്ത്രീക്ക് ഉപയോഗിക്കുന്ന വിശേഷങ്ങളൊക്കെ ആർക്ക് ചേരണം? മുനിക്ക് ചേരണം. ഇതെങ്ങനെ ചേർക്കാൻ പറ്റും? ഇവിടെയാണ് വ്യാസന്റെ ഒരു കഴിവ്. രണ്ട്, ശ്രേഷ്ഠാർത്ഥത്തിൽ മനോഹരമായി എന്താണ് യമകഭംഗിയിൽ ഈ ശ്ലോകം നമ്മൾ ബന്ധപ്പെട്ടില്ല. അതാണ് മുനിവര്യ എന്നുള്ള സംബോധനയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ശൈലേ, ഈ പർവ്വതത്തിൽ, മായാഫി, നീ സാക്ഷാൽ മഹാദേവന്റെ മായയായ പാർവതി ദേവിയാണോ? അവളാണല്ലോ പർവ്വതത്തിലിരിക്കുക, പർവ്വതപുത്രിയാണ്. ആ പാർവതി ദേവിയാണോ നീ? മായാഫി, മായ അഫി ആകുന്നു എന്നാണ്. ശൈലേ മായ അഫി കാപി ഭഗവത് പരദേവതായാഹ. കാപി എന്ന് വെച്ചാൽ അനിർവചനീയമായ, എന്തോ എന്താന്ന് പറയാനാവാത്ത കാപി, അനിർവചനീയമായ ഭഗവത് പരദേവതായാഹ, ഭഗവാനായ ആ പരമശിവന്റെ കാപി മായാഫി, അനിർവചനീയമായ ഏതോ ഒരു മായയാണോ ഈ മുമ്പിൽ നിൽക്കുന്നത്? എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഈ സുന്ദരി തന്നെയാണോ?
അതോ നീ ഒരു മുനിയെ പോലെയാണോ? സാക്ഷാൽ മഹാദേവന്റെ പർവ്വതപുത്രിയായ പാർവതി എന്ന മായാസ്വരൂപിണിയായിട്ടാണോ നീ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്? കാത്വം ജഗർഷുഫിചകിം മുനിവര്യ ശൈലേ മായാഫി കാപി ഭഗവത് പരദേവതായാം വിജ്യേ. ഞാനില്ലാത്ത ഒരു വില്ലിന്റെ പേരാണ് വിജ്യം. ജ്യ എന്ന വാക്കിന്റെ അർത്ഥം ഞാനെന്ന്. വിജ്യ എന്ന് വെച്ചാൽ ഞാൻ അഴിച്ചു മാറ്റിയ, ഞാൻ കെട്ടാത്ത. വിജ്യേ. ജ്യ എന്ന ഒറ്റ അക്ഷരത്തിന്റെ അർത്ഥം ഞാണെന്ന്. വിഗതമായ ഞാനോട് കൂടിയതാണ് വിജ്യം. ബിഭർഷി ധരിക്കുന്നു. ബിഭർഷി ധരിക്കുന്നു. ധനുഷി രണ്ട് വില്ലുകളെ. ധനുഷി രണ്ട് വില്ല്. ധനുഷിയും ദീർഘമാണ്. ധനു, ധനുഷി, ധനൂംഷി എന്നാണ് എൻ്റെ രൂപം മുഴുവൻ. വിജ്യേ ധനുഷി ബിഭർഷി. ഞാൻ അഴിച്ചു മാറ്റിയ രണ്ട് വില്ലാണോ നിന്റെ ഈ നെറ്റിത്തറത്ത് കാണുന്ന രണ്ട് പുരികങ്ങൾ? നെറ്റിയിൽ കാണുന്ന രണ്ട് പുരികങ്ങൾ ഞാൻ വലിച്ചു കെട്ടാത്ത വില്ലാണ്. ഞാൻ വലിച്ചു കെട്ടിയാൽ റാ പോലെ, ഞാൻ അഴിച്ചു വിട്ടാൽ ഇതാണ് പുരികം പോലെ നീണ്ടിരിക്കും. അപ്പൊ നിന്റെ ഈ രണ്ട് പുരികക്കുഴികൾ കണ്ടാൽ ഞാൻ അഴിച്ചു വിട്ട രണ്ട് വില്ലുകളാണെന്ന് തോന്നും. വിജ്യേ ബിഭർഷി ധനുഷി സുഹൃത് ആത്മനോർത്ഥേ. ആത്മനോ അർത്ഥേ, നിനക്ക് വേണ്ടിയിട്ട് തന്നെയോ, ആത്മാർത്ഥമായി നിനക്ക് വേണ്ടി തന്നെ. ആത്മനോ അർത്ഥേ, അതിനുവേണ്ടി തന്നെയാണോ നീ? സുഹൃത് എന്നുള്ളത് സംബോധനയാണ്. ശോഭനമായ ഹൃദയം ഉള്ളവൻ. ആത്മനോർത്ഥേക്കും വാ, നിനക്ക് വേണ്ടി തന്നെയാണോ? പ്രമത്താൻ മൃഗാൻ വിപിനെ മൃഗേഷി. മതിച്ച് നടക്കുന്ന ക്രൂര ജന്തുക്കളുള്ള ഈ കാട്ടിൽ നീ സഞ്ചരിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയാണോ, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? ആത്മാർത്ഥമായിട്ടാണോ പരാർത്ഥമായിട്ടാണോ? ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ ഒരാളെ കണ്ടുപിടിക്കാൻ? അതോ ചുമ്മാതെ ഒരു വലിയ സവാരിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണോ? എന്തൊരു ചോദ്യമാണ് ചോദിക്കുക അഗ്നിത്രൻ. നീ ഇതുവഴി സഞ്ചരിച്ചു പോകുന്നത് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ്? ആരാണ്? നിന്നെ കണ്ടാൽ പർവ്വതപുത്രിയായ സാക്ഷാൽ പാർവതീദേവി എന്ന മായാഭഗവതിയാണെന്ന് തോന്നിക്കും. നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ രണ്ട് പുരികങ്ങൾ ഞാൻ അഴിച്ചുവിട്ട രണ്ട് വില്ലുകളല്ലേ എന്ന് തോന്നും. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? ധാരാളം പ്രമത്തങ്ങളായ മൃഗങ്ങളുള്ള, പ്രമത്തൻ മൃഗാൻ, അങ്ങനെയുള്ള ഈ വിപിനെ വനത്തിൽ മൃഗയഫേ നീ അന്വേഷിക്കുന്നത് എന്തിനെയാണ്? ആരെങ്കിലും തിരഞ്ഞു വന്നതാണോ അതോ തന്നെ വെറുതെ വന്നതാണോ എന്നിങ്ങനെ സ്ത്രീ എന്നുള്ള മറ്റൊരു സംബോധനയായി. ഇനിയും തപസ് ചെയ്യാൻ പുറപ്പെടുമ്പോൾ വില്ലിനെ ഞാൻ അയച്ചു വെച്ച് മാറ്റി വെച്ചിട്ട് തപസ്സിന് പോകുള്ളൂ. വിജയധനുഷി ബിഭൃഷി. താപസന്മാര് വില്ലും കൊണ്ടായിരിക്കും ചിലപ്പോൾ കാട്ടിക്കൂടി സഞ്ചരിക്കുക. തപസ് പുറപ്പെടുമ്പോൾ വില്ല് അയച്ചു വെച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ ഇവിടെ നീ ആരാകുന്നു? ഒരു മുനിവര്യനാണോ? വില്ല് അയച്ചു വെച്ച് തപസ്സിൽ പുറപ്പെട്ട ഏതോ ഒരു പരദേവതയുടെ സാക്ഷാൽ പർവ്വതപുത്രിയുടെ അനുഗ്രഹത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ തപസ്സിന് പുറപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് നീ ഇവിടേക്ക് എത്തിച്ചേർന്ന് എന്ന് പറയൂ എന്ന് ഈ മുനിവര്യ എന്നുള്ള സംബോധനത്തിലും കാ എന്നുള്ള സംബോധനത്തിലും രണ്ട് അർത്ഥത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വ്യാസം. ഇങ്ങനെ 6 ശ്ലോകം ഇങ്ങനെയാണ്. ഇവരുടെ സംഭാഷണമാണ്.
അതിലൊക്കെ നമുക്ക് ഓരോ വാക്കിൽ ഈ വിശേഷണം കൊണ്ട് പ്രത്യേകം കാണാം. കാത്തും ജിഗർഷഫിചകിം മുനിപര്യശൈലേ മായാഫികാപി ഭഗവത് പരദേവതായാം വിജ്യേ ബിഭർഷിധനുഷി ഭൂതാത്മനോർത്ഥേ കിംവാമൃഗാൻ ഗേഫേ വിപിനേ പ്രമത്തൻ. കാത്തും ജിഗർഷഫിചകം ചകിം മുനിപര്യശൈലേ മായാഫികാപി ഭഗവത് പരദേവതായാം വിജ്യേ ബിഭർഷിധനുഷി ഭൂതാത്മനോർത്ഥേ കിംവാമൃഗാൻ മൃഗേഫേ വിപിനേ പ്രമത്തൻ. അതായത് ഒരു സുഹൃത്തിന്റെ ഭാവത്തെ അവലംബിച്ച് എന്നോടൊരു ദയവ് കാണിക്കണം എന്നൊരു സൂചനയും കൂടി ഇതിനകത്തുണ്ട്. എന്നെ ഉപേക്ഷിച്ചു പോകരുത്, സൗഹൃദപൂർവ്വം എന്നോട് ഒരു മറുപടിയൊക്കെ പറഞ്ഞിട്ടേ പോകാവൂ, നിന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്നെ കണ്ടാൽ മാത്രം പോരാ, കണ്ണിന് മാത്രമല്ല ഇമ്പം, ചെവിക്ക് ഇമ്പം തരുന്ന 2 വാക്കുകൾ പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കണം എന്നും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സുഹൃദ് എന്നൊരു സംബോധന ഇടയ്ക്ക് ചേർത്തുകൊണ്ട് ഇദ്ദേഹം മുമ്പോട്ട് നീങ്ങുന്നത്. കാത്വം ജിഗർഷഫിചകം ചകിം മുനിവജ്യശൈലേ മായാഫികാപി ഭഗവത് പരദേവതായാം വിജ്യേ ബിഭർഷിധനുഷി സുഹൃദാത്മനോർത്ഥേ കിംവാമൃഗാൻ മൃഗേതേ വിപിനേ പ്രമത്തൻ. നമ്മുടെ സമയം വേണ്ടായിരിക്കാൻ അടുത്ത ശ്ലോകം ഇതിലോട്ട് പോയ ഇത്തിരി സമയം വേണ്ട ഒരു ശ്ലോകമാണ്. നമുക്കത് പെട്ടെന്ന് തീരില്ല. എന്തെങ്കിലും ഒരു നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇത്ര തീരണമെന്നില്ലല്ലോ. തീർന്നിടത്തോളം ശരിക്കും ഉൾക്കൊണ്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തെ അർത്ഥം ഗംഭീരമാണ്, വാക്കുകളും അങ്ങനെയാണ്, പദങ്ങളും അങ്ങനെയാണ്, ഗദ്യങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നീങ്ങുന്ന പഞ്ചമത്തിന്റെ ഒരു സൗന്ദര്യം നമുക്കിത് ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും അനുഭവിക്കാൻ പറ്റും എന്നതാണ് പഞ്ചമത്തിന്റെ ഒരു വൈശിഷ്ട്യം. നിങ്ങൾ ശാന്തമായി 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക, 5 പ്രാവശ്യം വായിച്ചു നോക്കണം, എന്നാലേ അത് നിങ്ങളുടെ നാവിൽ വരുള്ളൂ. അല്ലെങ്കിൽ കേട്ടു പോകാം, പക്ഷെ നിങ്ങൾ പറയുമ്പം അത് വേറൊന്നാവും. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ നാവിൽ നിന്ന് അതായിരിക്കും വരിക. അപ്പൊ എന്ത് ചെയ്യണം? ഓഷ്ടഗതം കരിഷ്യന്ന് പറയും. എന്ത് ചെയ്യണം? ഇത് നാവിലാക്കണം. കേട്ടാൽ അതുകൊണ്ടാണ് 5 പ്രാവശ്യമെങ്കിലും വായിക്കണം. ചെറിയ 6-7 ശ്ലോകങ്ങൾ, അതിൽ 5 പ്രാവശ്യം വായിക്കണം. ഇപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഭാഗം ഒന്നുകൂടെ പറയണമെങ്കിലോ അർത്ഥം കിട്ടണമെങ്കിലോ വായിക്കാൻ വിഷമമുള്ള ഭാഗം ഉണ്ടെങ്കിലോ ഒന്നുകൂടെ പറഞ്ഞുതരാം. നന്നായി വായിക്കാൻ പറ്റും സാറേ. പറ്റുന്നുണ്ട്. ഓ, അത് മതി. ആർക്കും സംശയങ്ങളില്ലെങ്കിൽ സംശയിക്കാം. സാറേ, ജഡത്തിന് വേറെ അർത്ഥം കൂടെ ഇല്ലേ? ജഡബദ്ധനാണോ? ജഡ ജഡം എന്ന് പറയുമ്പോ അതും ഈ 2 വാക്കാണോ? ജഡബദ്ധ, ജഡം. ജഡവത്ത് ജഡനെ പോലെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ജഡം മറ്റേ വേറൊരു ജഡം നമ്മൾ വായിച്ചിട്ടില്ല. അതേതാ? ജഡഭരതരാക്ക ജഡം തന്നെ, മന്ദനായിട്ടിരിക്കുക, മന്ദബുദ്ധി പോലെ അഭിനയിച്ചിരിക്കുക. അതാണ് ജഡനെ പോലെ എന്ന് പറഞ്ഞത്. ജഡവത് ജഡനല്ല താൻ, പക്ഷെ ഇവിടെ എത്താൻ ഒരു ജഡനെ പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അത് ഒരു കാമുകിയാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് സംഭാഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാഡ്യതയുണ്ട്. അതൊന്ന് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം താൻ ജഡനല്ല എന്ന് കാണിക്കാൻ, താൻ നല്ല പണ്ഡിതനെ പോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മുനിവര്യ എന്നുള്ള സംബോധനയും കൂടി ചേർത്ത്. ഇത് രണ്ടും ഒന്നിച്ചുണ്ടോ? ജീവനില്ലാത്തതിനും ജഡം എന്ന് പറയൂലേ? പറയും ചൈതന്യമില്ല, അതുകൊണ്ടാണ്. അത് ഇത് ഒരു വാക്ക് തന്നെയാണോ? അതല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറി മാറി വരും. കാൽപ്പനികത വളരെയധികം വരുന്ന ഒരു ഭാഗമാണല്ലേ ഇത്. എത്ര സുന്ദരമായിട്ടാണ് കവി ആകർഷിക്കുന്നത്. നമുക്ക് മഹാകവികളെ അതിശയിക്കുന്ന ഒരു ഭാവനയാണ് വ്യാസന്റെ. ഭാഗവതം പഠിക്കാൻ തോന്നില്ല, വലിയ കാവ്യം പഠിക്കാൻ തോന്നുന്നു ഇത് പഠിക്കുമ്പോൾ. ഒരു പുരാണത്തിലപ്പുറം, ഒരു പുരാണത്തിൽ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഇതാരറിയുന്നു. ആരറിയുന്നു? അതാണ് ഇപ്പൊ ഞാൻ ഇത്രയും പറയുന്നതിലൊക്കെ അല്ലേ ഇത് അറിയാൻ പറ്റുക. അതെ അതെ അതെ.
ഭാവന ഭയങ്കരമാണ്. ഓരോ പദങ്ങളുടെ പ്രയോഗങ്ങളും ആ. അത്ര മനോഹരമല്ലേ. വ്യാസന്റെ വർണ്ണനയിൽ ഓരോ ഭാഗത്തും നവരസങ്ങളും അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. നിറഞ്ഞു അതെ. നിൽക്കുകയാണ് ആ, പൂർണ്ണമായിട്ട്. അതെ അതാണ് അതെ അതാണ് അത് കാണുന്നത്. അതെ, ആ, അതെ. അതാണല്ലോ വ്യാസോച്ചിഷ്ടം ജഗൽ സർവം എന്ന് പറയാൻ തന്നെ കാരണം. അതുകൊണ്ട് തന്നെയാണ്. അതെ, എല്ലാം അത്രേ ഉള്ളൂ. അത് നമ്മൾ ഭാഗവതം ഭാഗവതത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് അപ്പോഴും ഇല്ല. അറിയുന്നത്. അതെ. സകലതും ഭാഗവതത്തിലുണ്ട്. ഭാഗവതം പഠിച്ചാൽ പിന്നെ മറ്റൊന്നും നമുക്ക് പഠിക്കേണ്ടി വരില്ല, എല്ലാം ഉണ്ടെന്ന് കിട്ടും. ഉണ്ട്. അതിമനോഹരം. ഇതെല്ലാം അതെ. വർണ്ണന. അതെ 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 അതെ. ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ 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 സർ. നമസ്തേ. നമസ്തേ സർ.